മഷിഹായോടു വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മഷിഹായോടു വാഴുമ നാട്ടിൽ യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇംഗ്ലണ്ടിലെ ഒരു ഭദ്രാസന പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ നീട്ടപ്പെട്ട കരവുമായി നിൽക്കുന്ന ഒരു പ്രതിമ അത് ഭാഗികമായി തകർന്നു, കൈകൾ തകർന്നുപോയി. മാത്രമല്ല, പള്ളിക്ക് ഒരുപിടി കേടുപാടുകൾ വന്നു. യുദ്ധത്തിന് ശേഷം കുറെ വിദ്യാർത്ഥികൾ സ്വമേധയായി അവര് ഈ പള്ളി ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കണം, കേടുപാടുകളൊക്കെ പോക്കിയെടുക്കണം. അവർ ഉത്സാഹിച്ചു. കുറെ ജർമ്മൻ വിദ്യാർത്ഥികളും ആ കൂടെ കൂടി. അങ്ങനെ അതെല്ലാം അത്യാവശ്യം അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തു വന്നു. പക്ഷേ ഈ തകർക്കപ്പെട്ട യേശുവിൻ്റെ പ്രതിമയുടെ പണികൾ ചെയ്യാൻ അവർക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതായ സാമ്പത്തിക ശേഷി ഇല്ലാതെ വന്നു. ആ പ്രതിമയുടെ മുന്നിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, വരിക, യേശുവിന് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു വാക്യമായിരുന്നു. എന്നാൽ ആ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഒരു കാര്യം ചിന്തിച്ചു, നമുക്ക് ഈ തകർക്കപ്പെട്ട യേശുവിൻ്റെ കരങ്ങൾ ഇനി പുതുക്കി പണിയണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ആ വാക്യം ഒന്ന് മാറ്റി എഴുതാം. ക്രിസ്തുവിന് നമ്മുടെ കരങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ക്രിസ്തുവിന് പകരം പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കൂ എന്നുള്ള ആ ഒരു ശ്രദ്ധയേറിയ ഒരു വാക്യം അവിടെ എഴുതി കൊടുക്കാനിടയായി. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് വേണ്ടി ഈ തലമുറയിൽ നിൽക്കാൻ ദൈവം ആളുകളെ തിരയുന്നു. കർത്താവിൻ്റെ കൈകളായി പ്രവർത്തിക്കാൻ, കർത്താവിൻ്റെ കാലുകളായി, കർത്താവിൻ്റെ കണ്ണായി, കർത്താവിൻ്റെ ആർദ്രതയുള്ള ഹൃദയമായി പ്രവർത്തിക്കാൻ ഈ തലമുറയിൽ ആളുകളെ വേണം. കർത്താവിന് സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ ദൗത്യം നിർവഹിച്ചു. കാൽവറിയിൽ യാഗമായി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. യേശുവിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ മനുഷ്യരെ വേണം. തനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ വേണം. അപ്പോസ്തലനായ പൗലോസ് പറയും, അംബാസഡേഴ്സ് എന്ന്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ക്രിസ്തുവിന് പകരം നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ്. ക്രിസ്തുവിന് പകരം സംസാരിക്കേണ്ടവരാണ്. ഞാൻ ദൈവവേലയ്ക്കുള്ള ഒരു ആഹ്വാനം, കർത്താവിൻ്റെ വേലയുടെ ആവശ്യകതയെക്കുറിച്ചെല്ലാം ഞാൻ അല്പമായി നിങ്ങളോട് പറയട്ടെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നതാണ് ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ പ്രൊഫഷനും. കർത്താവിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സ് ആകുകയാണ്. സ്വർഗത്തിൻ്റെ സ്ഥാനാപതികളായി ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൻ്റെ ഇൻട്രസ്റ്റ് ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കി എടുക്കുവാൻ പ്രവർത്തിക്കുകയാണ്. കൺട്രോൾ സ്വർഗത്തിൽ നിന്നും, പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് കിട്ടും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയ യേശുവിൻ്റെ കരങ്ങൾക്ക് പകരം ഓരോരുത്തരും തങ്ങളുടെ കരങ്ങൾ യേശുവിൻ്റെ കരങ്ങളായി പ്രവർത്തിക്കുവാൻ, യേശുവിൻ്റെ കാലുകളായി, യേശുവിൻ്റെ കണ്ണുകളായി, യേശുവിൻ്റെ നാവായി പ്രവർത്തിക്കുവാൻ ഈ തലമുറയിൽ യേശുവിന് ആളുകൾ വേണമെന്നുള്ള ആ ഒരു സത്യം ആ വാക്കിലൂടെ ലോകത്തിന് പ്രദർശിപ്പിക്കപ്പെട്ടു. ഇവിടെ നാം ചിന്തിച്ചു വന്നത് രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാം മിണ്ടാതിരിക്കുന്നു, നാം ചെയ്യുന്നത് ശരിയല്ല, നേരം പുല്ലും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും, ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു. വാസ്തവമായ ഒരു ദൈവവേലയുടെ ആഹ്വാനമാണ് ഈ വാക്കുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ. അതെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് കർത്താവായ യേശുക്രിസ്തു കൃപാസനത്തിൽ ഇരിക്കുന്ന ഈ കൃപയുടെ കാലഘട്ടത്തിൽ
ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുക, എല്ലാവരെയും ക്രൂശിലേക്ക് ആനയിക്കുക, ക്രൂശിലെ രക്ഷയിലേക്ക് എല്ലാവരെയും മാടി വിളിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ യൂട്യൂബ് ചാനലിലൂടെ ഏതാനും വർഷങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാനും എൻ്റെ പ്രിയ ഭാര്യ സാലിയും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഒരു ദിവസം പോലും മുടങ്ങാൻ ഞങ്ങൾ മനസ്സറിഞ്ഞ് അനുവദിക്കാറില്ല. ഒരുപക്ഷെ യാത്രയോ ചില രോഗങ്ങളോ ചില ക്ഷീണമോ ചില പ്രതിസന്ധികളോ വന്നാൽ പോലും എങ്ങനെയും ഈ തിരുവചനം മുടങ്ങാതെ നടക്കണമെന്ന് കരുതി രാവിലെ 5:30 എല്ലാ ദിവസവും 10, 12, 13 മിനിറ്റുള്ളതായ ഈ ചെറിയൊരു സന്ദേശം ഞങ്ങൾ ലോകം മുഴുവൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. യൂട്യൂബിലൂടെ, ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ ചർച്ചിൻ്റെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നിരന്തരം റീലുകളും പാട്ടുകളും എല്ലാം ഞങ്ങൾ ലോകത്തിലുള്ള പ്രിയ സഹോദരങ്ങൾക്ക് കൈമാറുകയാണ്. എന്തിനാണത് ചെയ്യുന്നത്? നിർബന്ധം. ഞങ്ങൾ നാശത്തിൽ കിടന്നവരായിരുന്നു, ഞങ്ങൾ പാപത്തിൽ കിടന്നവരായിരുന്നു, ഞങ്ങൾ അനേകം ദുരിതങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും കഷ്ടങ്ങളിലും വലഞ്ഞവരായിരുന്നു. എന്നാൽ ഞങ്ങളെ വിടുവിച്ചൊരു യേശുവുണ്ട്. ആ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിന് ഫോർ മൈ ജീസസ് എന്നിട്ടിട്ട്, യേശുവിന് വേണ്ടി, യേശുവിനായി, യേശുവിൻ്റെ മഹത്വത്തിനായി എന്ന്. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോസ്തലനായ പൗലോസ് എല്ലാം ഉള്ളവനായിരുന്നു, പക്ഷെ അതേ ഓടി നടന്ന് സുവിശേഷ വേല ചെയ്തു. എന്തിന്? നഷ്ടപ്പെട്ടു പോകുന്ന അനേക ആത്മാക്കളെ കുറിച്ച് കാണുമ്പോൾ നാം നമ്മുടെ ക്ഷീണങ്ങൾ മറക്കും. മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും മറ്റുള്ളവർ അനുഭവിക്കുന്നതായ ദുരിതങ്ങളെല്ലാം അറിയുമ്പോൾ നമ്മുടെ ചില സുഖങ്ങൾ നാം ത്യജിക്കാൻ ഇടയാകും. എന്തുകൊണ്ടാണ്? വാസ്തവമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ആ ദാഹം തരുമ്പോൾ നാം ഇറങ്ങി പുറപ്പെടും. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയും നശിച്ചുപോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള കരുതലിനെക്കുറിച്ചും ചിന്തയോടെയാണ് നാം ദൈവവേലയ്ക്ക് ഇറങ്ങേണ്ടത്. കർത്താവിന് സ്തോത്രം. ഇത് സദ്വർത്തമാന ദിവസമാണ്. ഇപ്പോൾ ആർക്കും രക്ഷപ്പെടാം, ഏത് പാപിക്കും രക്ഷപ്പെടാം. ഞങ്ങൾ നിങ്ങളോട് ഈ സന്ദേശം അറിയിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? ഒരിക്കൽ ഞങ്ങൾ രക്ഷയില്ലാത്തവരായിരുന്നു. രക്ഷയില്ലെങ്കിൽ ശിക്ഷയാണ് പ്രിയരെ. ഒരു മനുഷ്യൻ്റെ മേൽ ഒന്നുകിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ, അതേ ഉള്ളൂ. ഈ ശിക്ഷ മാറി രക്ഷ കിട്ടണം. അതിന് കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ തിരുരക്തം ചിന്തിയിരിക്കുന്നു, താൻ യാഗമായിരിക്കുന്നു എന്നുള്ള സത്യമാണ് സദ്വർത്തമാനം. അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. സുവിശേഷം ഒരു തത്വസംഹിതയല്ല, ഒരു വ്യക്തിയാണ്. കർത്താവിന് സ്തോത്രം. ഇവിടെ അവർ പറയുകയാണ്, കുഷ്ഠരോഗികൾ പറയുകയാണ്, പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാം ഇപ്പോൾ മിണ്ടാതിരിക്കുന്നു. ഇന്ന് അനേകർ മിണ്ടാതിരിക്കുന്നു പ്രിയരെ. അനുഭവം ലഭിച്ച പലരും മിണ്ടാതിരിക്കുന്നു, പലരെയും മിണ്ടാതാക്കിയിരിക്കുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. നല്ല കഴിവുള്ളവര്, അവർക്ക് അവസരം കൊടുക്കുമ്പോഴാണ് അവർ മിണ്ടുന്നത്. അവർക്ക് അവസരം കൊടുക്കണം, അവർ ഉയർത്തിക്കൊണ്ടുവരണം. പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ കർത്താവ് വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ദൗത്യമാണത്, അനേകരെ ലിഫ്റ്റപ്പ് ചെയ്യുക. കർത്താവിന്റെ സ്തോത്രം. ഞാൻ അറിയുന്നു പ്രിയരെ, ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള ദാഹം തരുന്നു, അനേകർ ഉയർത്തിക്കൊണ്ടുവരിക. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് വരുന്ന മാസം 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടക്കുന്നതായ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആരെയൊക്കെ ക്ഷണിക്കണം, കുറേ ദൈവമക്കളെ ക്ഷണിക്കാൻ എഴുതി വെച്ചു. പക്ഷേ ഞാനും എൻ്റെ പ്രിയ ഭാര്യ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചിന്തിച്ചു, നമ്മുടെ കൂടെയുള്ള പലരെയും എഴുന്നേൽപ്പിക്കാൻ പറ്റിയ സമയമാണിത്. അങ്ങനെ സഭയിലുള്ള പലർക്കും ഓരോ ദിവസവും മാറ്റിവെച്ചു. കർത്താവിന്റെ സ്തോത്രം. മാറി മാറി വർഷിപ്പ് ചെയ്യുവാൻ, മാറി മാറി സാക്ഷ്യം പറയുവാൻ, മാറി മാറി ലഘുപ്രസംഗം പറയുവാൻ ഒരു വലിയ A4 ഷീറ്റിൽ ഞാൻ ഇന്ന് എഴുതിയതായ ആ ലിസ്റ്റ് ഇന്നും എൻ്റെ ബാഗിലിരിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. വരുന്ന മാസം നടക്കാൻ പോകുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ്. എന്തിനാണ് പ്രിയരെ? അതേ പുറമെയുള്ള അനേക ദൈവമക്കൾ വന്ന് പ്രസംഗിക്കും, ശരിയാണ്, അവർ വചനം പറയും, അവർ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യും. പക്ഷെ അത് മാത്രമല്ല സഭയുടെ വളർച്ച. സഭയിലുള്ളവർ വളർന്നു വരിക എന്നുള്ളതാണ് സഭയുടെ വളർച്ച. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ചിന്തിച്ചപ്പോൾ പിന്നെ അധികം പേര് ബാക്കിയില്ലാതെ എല്ലാവരും ഓരോ ശുശ്രൂഷയിൽ അംഗങ്ങളായി. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങളുടെ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ 10-12 പേര് കീബോർഡും ഗിറ്റാറും പിടിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അതിന് ചർച്ച ഞങ്ങൾ അവസരം ഒരുക്കിയിരിക്കുകയാണ്. മീഡിയ മിനിസ്ട്രിയിൽ ട്രെയിനിങ് നടക്കുന്നു.
അനേകരെ എക്യുപ്ഡ് ആക്കി എടുക്കുവാൻ, വർഷിപ്പിന് വേണ്ടി അനേകരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാക്ഷ്യങ്ങൾ പറയുവാൻ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഘുപ്രസംഗങ്ങൾ പറയുവാൻ അനേകരെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. കർത്തൃമേശ ഏറ്റെടുത്ത് നടത്തുവാൻ അനേക പാസ്റ്റേഴ്സിനെ നമ്മുടെ ചർച്ചിൽ ഞാൻ ഉൾപ്പെടെ 4 പാസ്റ്റേഴ്സ് ഉണ്ട്, അവരെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു ശുശ്രൂഷ മുടങ്ങരുത്. ഒരാൾ ഇല്ല എന്നുള്ള ഒരു ശുശ്രൂഷ മുടങ്ങരുത് മാത്രമല്ല, ഒരേ സമയത്ത് അനേക ശുശ്രൂഷകൾ നടക്കണം. അതാണ് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. മാത്രമല്ല, ഒരു സ്ഥലത്ത് ശുശ്രൂഷ ഒതുങ്ങിപ്പോകരുത്. അനേക സ്ഥലങ്ങളിൽ പോയി ഈ ശുശ്രൂഷ ചെയ്യണം. അനേകരോട് ഈ സദ്വർത്തമാനം വിളിച്ചു പറയണം. കർത്താവിന് എല്ലാവരും പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആ കീഴിൽ നിൽക്കണമെന്ന് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായി നിൽക്കാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും തേജസ്സും പ്രാപിച്ചവര് അവരെവിടെ വേണമെങ്കിലും പോയി കർത്താവിൻ്റെ വേല തുടങ്ങട്ടെ. കഴിയുന്ന സപ്പോർട്ട് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. വിശാലത തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ചർച്ചിൽ മെയിൻ ഡേയ്സിൽ പോലും 15-20 മിനിറ്റ് ചില പ്രസംഗിച്ച ദിവസങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് മുന്നേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അനേകരിലൂടെ ദൈവം ജനത്തിന് കൊടുത്തു. പിന്നെ ഞാൻ ഇനി അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം. ഇടുക്കമുള്ളവരല്ല, വിശാലതയുള്ളവരാകണം. കർത്താവിന് സ്തോത്രം. മകനെ, നിനക്ക് ദൈവം സൗജന്യമായി തന്നുവെങ്കിൽ നീ സൗജന്യമായിട്ടുള്ളവർക്ക് കൊടുക്കണം. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം. നിനക്ക് സൗജന്യമായി ശുശ്രൂഷ ലഭിച്ചെങ്കിൽ നിന്നിലൂടെ അനേക ശുശ്രൂഷകരെ നീ ലിഫ്റ്റപ്പ് ചെയ്യണം. എ ജെനുവിൻ ലീഡർ മേക്സ് ലീഡേഴ്സ് ജെനുവിൻ ലീഡേഴ്സ്. ഒരു ലീഡറുടെ ഗ്രോത്ത് എവിടെയാണെന്ന് അറിയാമോ? ആ ലീഡർ വലിയവനാകുന്നതല്ല, അനേകം തന്നെ പോലെയോ തന്നേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ളതായ അനേക ലീഡേഴ്സിനെ വളർത്തിയെടുക്കുക. കർത്താവിന് സ്തോത്രം. എനിക്കറിയാം, ചിലപ്പോൾ ചിലരോട് നിർബന്ധിച്ച്, ചിലരെ ഉത്സാഹിപ്പിച്ച്, ചിലരോട് അല്പം ഗൗരവമായി പറഞ്ഞു പോലും ശുശ്രൂഷയിലേക്ക് പലപ്പോഴും ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ലിഫ്റ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അറിയാറുണ്ട്. നിസ്വാർത്ഥമായി. കർത്താവിന് സ്തോത്രം. നാം വളർന്നാൽ പോരെ വരെയേ, നമ്മുടെ കൂടെയുള്ളവർ വളരണം. അതൊരു വലിയ കാഴ്ചപ്പാടായിരിക്കണം. എല്ലാ മേഖലകളിലും നമുക്ക് കാറുണ്ട്, നമുക്ക് വീടുണ്ട്, നമുക്ക് സൗഭാഗ്യങ്ങളുണ്ട്, നമുക്ക് പണമുണ്ട്, മറ്റുള്ളവർ എങ്ങനെയും ജീവിക്കട്ടെ എന്നുള്ളതല്ല. അതല്ല ക്രിസ്തീയ കാഴ്ചപ്പാട്. എനിക്ക് ദൈവം സൗജന്യമായി തന്നു, മറ്റുള്ളവർക്കും കിട്ടണമെന്നുള്ള ദാഹം. ഒരുപക്ഷെ നിനക്ക് കൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ നീ അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുക. കൊടുക്കാനുള്ള മകനെ നിന്റെ കൈവശം കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാം കർത്താവിൻ്റെ ഹൃദയം തണുപ്പിക്കുന്നതാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ? ഞാനൊന്ന് പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മക്കളുണ്ട്. ഒരു അതിഥി വരുമ്പോൾ നിങ്ങൾക്കൊന്നും വാങ്ങിച്ചുകൊണ്ടൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ചോക്ലേറ്റ്, നല്ല ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ മക്കളുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും അപ്പനും അമ്മയുടെ മുഖം തെളിയും. അതെന്തുകൊണ്ടാണ്? മക്കൾക്ക് കൊടുക്കുമ്പോഴാണ് അപ്പൻ്റെ അമ്മയുടെ മുഖം തെളിയുന്നത്. ഇതുപോലെയാണ് കർത്താവിൻ്റെ പ്രിയ മക്കളെ നാം സഹായിക്കുമ്പോൾ, അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുമ്പോൾ, അവരെ ലിഫ്റ്റപ്പ് ചെയ്യുമ്പോഴെല്ലാം സ്വർഗത്തിൽ നിന്ന് അവരുടെ അപ്പൻ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. തനിക്ക് മുമ്പുണ്ടായിരുന്നൊരു ഇരട്ടിയായി ദൈവം കൊടുത്തു. ഇതാണ് നിസ്വാർത്ഥമായ പ്രാർത്ഥനയുടെയും സേവനത്തിൻ്റെയും പ്രതിഫലം. ഇവിടെ ഈ കുഷ്ഠരോഗികൾ പറയുകയാണ്, നാം ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് സമൃദ്ധി കിട്ടി, നമുക്ക് ആഹാരം കിട്ടി, നമുക്ക് പൊന്ന് കിട്ടി, നമുക്ക് വെള്ളി കിട്ടി, വസ്ത്രം കിട്ടി, എല്ലാം കിട്ടി. നാം അനുഭവിച്ചാൽ പോരാ, ക്ഷാമം അനുഭവിക്കുന്ന വലിയൊരു കൂട്ടത്തിന് ഇത് കൊടുക്കണം. ഈ ഒരു ദാഹം നമ്മെ ഭരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സഭ നടത്തുന്നവരെ, ദൈവത്തിന് വചനം പറയുന്നവരെ, നിങ്ങൾ വിശാലതയുള്ളവരാകണം. അനേക ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കണം. നാം ഒരാൾ ശുശ്രൂഷിച്ചാൽ എത്ര ശുശ്രൂഷ ചെയ്യാൻ പറ്റും? എന്നാൽ നമ്മിലൂടെ 100 കണക്കിന് 1000 കണക്കിന് ശുശ്രൂഷകരെ എഴുന്നേൽപ്പിച്ചാൽ അവരിലൂടെ വലിയ ശുശ്രൂഷ നടക്കും. ലോകം മുഴുവൻ സുവിശേഷീകരിക്കപ്പെടും. ഈ ഒരു ദാഹം സഭാഭേദമില്ലാതെ എന്നെ ഏത് സഭയിൽ വിളിച്ചാലും ഞാൻ ദൈവവചനം പറയാനും സാക്ഷ്യം പറയാനും പോകാറുണ്ട്. സഭയെ നോക്കാറില്ല. എന്തിന്? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ക്രിസ്തുയേശുവിൽ ഒന്നല്ലേ? ഒരപ്പത്തിൻ്റെ അംശികളല്ലേ? ഒരു രക്തത്തിൻ്റെ ബന്ധമുള്ളവരല്ലേ? ഒരു തറവാട്ടിലെ അംഗങ്ങളല്ലേ? ഒരു സ്വർഗസീയയിലേക്ക് പോകേണ്ടവരല്ലേ? പിന്നെ എന്തിനീ അകൽച്ച? പിന്നെ എന്തിനീ വെറുപ്പ്? പിന്നെ എന്തിനീ പാവപ്പെട്ടവരെ അടിച്ചിരുത്തണം? പിന്നെ എന്തിന് നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരെ എന്തിന് മൂലയ്ക്കിരുത്തണം? അവരെന്തിന് അടിച്ചിരുത്തണം? എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ വിശാല മനസ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ചാടി എഴുന്നേൽക്കും.
ഈ കുഷ്ഠരോഗികൾക്ക് ആ വിശാല മനസ്സ് കിട്ടി. അവര് ഈ സദ്വർത്തമാനം അറിയിക്കാൻ പുറപ്പെടുകയാണ്. സ്തോത്രം. നമുക്കും പുറപ്പെടാം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട്, നശിച്ചു പോകുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാം എന്നുള്ളൊരു ആഹ്വാനം, ദൈവവേലയ്ക്കുള്ളൊരു ആഹ്വാനം, കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായി വരണമെന്നുള്ളതായ ഒരു ആഹ്വാനം, സദ്വർത്തമാനം അറിയിക്കാനുള്ളൊരു ആഹ്വാനം തന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. ആ കുഷ്ഠരോഗികൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം പോലെ നമുക്കും ഈ തലമുറയിൽ, കർത്താവെ, ഞാൻ മുഖാന്തരം എൻ്റെ അവയവങ്ങൾ, എൻ്റെ ശബ്ദം, എൻ്റെ സ്വാധീനം, എൻ്റെ വീട്, എൻ്റെ കാറ്, എനിക്കുള്ളതെല്ലാം മുഖാന്തരം കർത്താവെ അനേകർ കർത്താവിനെ കണ്ടെത്താൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും നിറവടിയായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഈ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കൂ. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതോടൊപ്പം നിങ്ങൾക്ക് യേശുവുമായി വ്യക്തിപരമായൊരു ബന്ധം കിട്ടും. ഞങ്ങൾ അതാണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ കൂടുതലായി യേശുവുമായി ബന്ധമുള്ളവരായി തീരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് കൊടുക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം പങ്കുവെക്കട്ടെ. സ്തോത്രം.